ആൻസർ കീ ഒക്കെ നോക്കിക്കഴിഞ്ഞ് എല്ലാവരും ജെഇയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാം. ഇപ്പോൾ കഴിഞ്ഞ സെഷൻ 1 അതായത് 10 ഡിഫറെൻറ്റ് എക്സാമിനേഷൻസിലാണ് എക്സാം നടന്നത്. എന്ന് വെച്ചാൽ ടോട്ടൽ 750 ക്വസ്റ്റ്യൻസ് വന്നു. ഓരോ ഷിഫ്റ്റും ഡിഫറൻ്റ് ആണ്. ഓരോ ഷിഫ്റ്റിലും വരുന്ന ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ ആവട്ടെ, പാറ്റേൺ ആവട്ടെ, എല്ലാത്തിലും ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷം കഴിഞ്ഞ സെഷൻ 1 എക്സാം ജെഇ മെയിൻ 2025 സെഷൻ 1ന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മുഴുവനായിട്ടും കാണുമെന്ന് മാത്രമല്ല എല്ലാ ജെഇ ആസ്പിരൻസിനും ഷെയർ ചെയ്ത് കൊടുക്കും വേണം. ഓക്കെ, അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ജക്ട് വൈസ് ഡിഫിക്കൽട്ടി എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിൽ ഈ വർഷം 1-2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് 28 ജനുവരിയിലെ മോർണിംഗ് ഷിഫ്റ്റ് ആയിട്ടുള്ള ഫിസിക്സിൻ്റെ പേപ്പറാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ 24-ാം തീയതി സെക്കൻഡ് ഷിഫ്റ്റ് ഈവനിങ്ങിൽ എഴുതിയ കുട്ടികൾക്കാണ് പിന്നെ ടഫായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുപോലെ 23 ജനുവരി ഷിഫ്റ്റ് 1-ഉം 24 ജനുവരിയിൽ തന്നെ ഷിഫ്റ്റ് 1-ഉം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേപ്പറായിരുന്നു. താഴേക്ക് പോകുന്നതിനനുസരിച്ച് 28 ജനുവരി ഷിഫ്റ്റ് 2, 29 ജനുവരി ഷിഫ്റ്റ് 2 ഒക്കെ എന്താണ് കുറച്ചുകൂടെ റിലേറ്റീവ്ലി മോഡറേറ്റ് ആയിട്ടുള്ള പേപ്പറുകളായിട്ട് മാറി. ആൻഡ് ഏറ്റവും താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 23 ജനുവരിയിലെ ഷിഫ്റ്റ് 2-ഉം അതുപോലെ തന്നെ 22 ജനുവരിയിലെ ഷിഫ്റ്റ് 2 ആൻഡ് 22 ജനുവരിയിലെ ഷിഫ്റ്റ് 1 ഒക്കെ എന്താണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഫിസിക്സ് പേപ്പറുകളായിരുന്നു. ഓൾസോ 29 ജനുവരി ഷിഫ്റ്റ് 1. അപ്പോൾ ഇതാണ് ഫിസിക്സിൻ്റെ കാര്യത്തിൽ ടഫായിട്ട് വന്നിട്ടുള്ള പേപ്പറും അതുപോലെ തന്നെ ഈസിയസ്റ്റ് ആയിട്ടുള്ള പേപ്പറുകളും. ഇത് എഴുതിയ ആളുകൾക്ക് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാകും. പ്രത്യേകിച്ച് 28 ജനുവരി മോർണിംഗ് എഴുതിയ കുട്ടികൾക്കാണ് ഫിസിക്സിലെ ടഫസ്റ്റ് പേപ്പർ കിട്ടിയിട്ടുള്ളത്. സിമിലർലി കെമിസ്ട്രിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 28 ജനുവരി ഷിഫ്റ്റ് 1 തന്നെയാണ് അഗെയിൻ കെമിസ്ട്രിയിലും ടഫസ്റ്റ് പേപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ 23 ജനുവരി ഷിഫ്റ്റ് 1, 28 ജനുവരി ഷിഫ്റ്റ് 2, 23 ജനുവരി ഷിഫ്റ്റ് 2 ആണ് പിന്നെ ഒരു മോഡറേറ്റ് ലെവലിലുള്ളത്. പിന്നെ ഈ കാണുന്ന പോലെ തന്നെ 24-ഉം 29-ലെയും ഷിഫ്റ്റ് 1 and 2 ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. 29 ജനുവരി ഷിഫ്റ്റ് 1-ഉം 22 ജനുവരി ഷിഫ്റ്റ് 2-ഉം അതുപോലെ തന്നെ 22 ജനുവരി ഷിഫ്റ്റ് 1 ഫസ്റ്റ് എക്സാം ആൻഡ് 24 ജനുവരി ഷിഫ്റ്റ് 2 ഈ 4 പരീക്ഷകളും ഒരു ഈസി സൈഡിലാണ് വന്നിട്ടുള്ളത്. കെമിസ്ട്രിയുടെ സ്വഭാവം നമുക്കറിയാം, പൊതുവെ എന്താണ് ഈസിയർ സൈഡിലാണ് എല്ലാ തവണയും ഉണ്ടാവാറുള്ളത്. ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി. പക്ഷേ ഈ ഒരു പേപ്പർ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേപ്പറിൽ മാത്രമാണ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കുട്ടികൾക്ക് കുറച്ച് ടൈം കൺസ്യൂം ചെയ്ത് വന്നിട്ടുള്ളത്. മാത്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ആദ്യമേ പറയാം, ഈസി എന്ന് വിളിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. കാരണം എല്ലാ മാത്സ് പേപ്പറുകളും ലെങ്തി ആണ്. അതുപോലെ തന്നെ നമ്മൾ നല്ലോണം ടൈം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യണം. അത്യാവശ്യം നല്ല നോളജ് എല്ലാ ടോപ്പിക്കിലും വേണം. കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. എന്നാലും ഏറ്റവും ടഫായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ലെങ്തി ആയിട്ട് വന്നിട്ടുള്ളത് 28 ജനുവരി മോർണിംഗ് തന്നെയാണ്. അതുപോലെ 24 ജനുവരി മോർണിംഗിലും. അത് കഴിഞ്ഞാൽ 23 ജനുവരി മോർണിംഗിലാണ്. പിന്നെ 23 ഈവനിങ്, അതുപോലെ 29 മോർണിംഗ്, 22 ഈവനിങ് ആണ് മോഡറേറ്റ് ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. ആൻഡ് മാത്സിലെ 10 പേപ്പറുകൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഈസിയർ സൈഡിലേക്ക് എത്തിയിട്ടുള്ളത് 28 ഈവനിങ്ങും അതുപോലെ തന്നെ 24 ഈവനിങ് ആൻഡ് 29 ഈവനിങ്ങും അതുപോലെ ഫസ്റ്റ് എക്സാം 22 മോർണിംഗും. ഈ 4 പരീക്ഷകളാണ് ഈസിയർ സൈഡിലേക്ക് വന്നിട്ടുള്ളത്. ഈസി എന്ന് പറയുമ്പോഴും മാത്സ് നമുക്ക് എല്ലാവർക്കും അറിയാം അതെന്തല്ല, കമ്പയർഡ് ടു ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അത് ഈസി ആയിട്ടുള്ള പേപ്പറല്ല. ലോ സ്കോറിംഗ് ആണ് എപ്പോഴും വരാറുള്ളത്. ഒരുപാട് കുട്ടികൾക്കൊന്നും 50 മാർക്കിന് മുകളിൽ എന്ത് ചെയ്യാറില്ല, മാത്സിൽ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. ഇനി നമ്മൾ ഓവറോൾ ഷിഫ്റ്റുകളുടെ ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദിവസം സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈസി പേപ്പർ വെച്ചിട്ടാണ്. ഏറ്റവും ഈസി ആയിട്ടുള്ള 2 പേപ്പറുകളാണ് 22-ാം തീയതി വന്നിട്ടുള്ളത്. രാവിലെയും ഉച്ചക്കും വന്ന പേപ്പറുകളെല്ലാം തന്നെയാണ് ഈസി ആൻഡ് ഈസി ടു മോഡറേറ്റ് ലെവലിലാണ്. അത് കഴിഞ്ഞ് 23-ാം തീയതിയിലേക്ക് വന്ന സമയത്ത് നമുക്ക് 2 മോഡറേറ്റ് പേപ്പറുകളാണ് കിട്ടിയിട്ടുള്ളത്. 24-ാം തീയതിയിലേക്ക് വന്ന സമയത്ത് മോർണിംഗിൽ ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ട് പേപ്പറും അതുപോലെ ആഫ്റ്റർനൂണിൽ അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ട് ഒരു പേപ്പറും കിട്ടി. ആൻഡ് 28 രാവിലേക്ക് വന്നപ്പോഴാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പേപ്പർ നമുക്ക് ഈ വർഷത്തെ ജെഇ മെയിനിൽ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ 28 ഈവനിങ്ങിൽ മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ആയിരുന്നു. 29th മോർണിംഗിൽ ഈസി ടു മോഡറേറ്റും ആൻഡ് 29th ആഫ്റ്റർനൂൺ ഫൈനൽ എക്സാം എന്താണ് ഒരു മോഡറേറ്റ് ലെവലിലുമാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള പേപ്പർ 22 ജനുവരി മോർണിംഗിലാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ അനാലിസിസ് ഓർമ്മയുള്ള ആളുകൾക്ക് അറിയാം, ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ 99% കിട്ടാൻ ഒരു 150-155 മാർക്ക് മതിയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഷിഫ്റ്റിൽ 99%ലേക്ക് എത്താൻ വേണ്ടി 230ഓളം മാർക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തവണ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 200 മാർക്ക് അല്ലെങ്കിൽ അതിന് മുകളിൽ 99% കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത് ജനുവരി 22 മോർണിംഗിലെ പേപ്പറിലാണ്. അതുപോലെ തന്നെ 99% മേ ബി ഒരു 160-165 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫിലേക്ക് എത്താൻ സാധ്യതയുള്ളത് ജനുവരി 28 മോർണിംഗിലെ ഷിഫ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും പെർസെൻറ്റേജുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, 100% ഒരാൾക്കും ഗ്യാരണ്ടി ചെയ്യാനൊന്നും കഴിയില്ല. അതെന്തായാലും റിസൾട്ട് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാകും. ഇനി ക്ലാസ് വൈസ് വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ എപ്പോഴും കുട്ടികൾക്കുള്ള ഡൗട്ടാണ് +1 ഓർ +2 ഇതിലേതാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അപ്പോൾ ഓവറോൾ എല്ലാ ഷിഫ്റ്റിലും വേരിയേഷൻസ് നമുക്ക് കാണാം. എക്സാക്ട്ലി 50-50 നമുക്ക് വരാറില്ലെങ്കിലും നമ്മൾ എൻ്റയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്റ്റീവായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയർലി 50% +1-ഉം 50% +2 ആണ്. ഇനി ഫിസിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം വെയിറ്റേജ് ആണ് നമുക്ക് +1 and +2 കാണാൻ സാധിച്ചത്. പക്ഷേ 2 പേപ്പർ ദർ വർ സം പേപ്പർ വിത്ത് 14 ക്വസ്റ്റ്യൻസ് ഫ്രം ക്ലാസ് 12 ആൻഡ് 11 ഫ്രം ക്ലാസ് 11. Okay, 11 questions from
ക്ലാസ് 11. അപ്പോൾ ഒരു ഒന്നോ രണ്ടോ പേപ്പറിൽ മാത്രമാണ് ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാണാൻ സാധിച്ചത്. ബാക്കി എല്ലാത്തിലും ഈക്വൽ ആയിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. കെമിസ്ട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെയിം വെയിറ്റേജ് ഫോർ ക്ലാസ് 11 and 12 എക്സെപ്റ്റ് 2 പേപ്പേഴ്സ്. 2 പേപ്പറിൽ ഒഴികെ ബാക്കി എല്ലാത്തിലും സെയിം തന്നെയായിരുന്നു. അത് 23-ാം തീയതിയിലെ സെക്കൻഡ് ഷിഫ്റ്റിൽ 9 ക്വസ്റ്റ്യൻസ് +1 നിന്നും 16 ക്വസ്റ്റ്യൻസ് +2 നിന്നും ചോദിച്ചു. അതുപോലെ തന്നെ 29-ന് നടന്ന സെക്കൻഡ് ഷിഫ്റ്റ് എക്സാമിൽ 16 ക്വസ്റ്റ്യൻസ് ആണ് +1 നിന്ന് വന്നത്, 9 ക്വസ്റ്റ്യൻസ് മാത്രമാണ് +2 നിന്ന് വന്നത്. അപ്പോൾ ഇതിൽ ഈ വേരിയേഷൻസിൽ നമ്മൾ ഏത് ഷിഫ്റ്റിലായിരിക്കും എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ മാത്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമിലർലി ആണ് സംഭവിച്ചത്. സെയിം വെയിറ്റേജ് ഫോർ +1 and +2 എക്സെപ്റ്റ് 4 പേപ്പേഴ്സ്. 4 പേപ്പറുകളിൽ നമുക്കൊരു ഡിഫറൻസ് കാണാൻ സാധിച്ചു. ഒന്ന് 22-ാം തീയതി രാവിലത്തെ എക്സാം തന്നെയാണ്. അതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് +1 നിന്ന് ചോദിച്ചത്, 15 ക്വസ്റ്റ്യൻസും +2 ആയിരുന്നു. 24th ഷിഫ്റ്റ് വന്നല്ലോ, 10 ക്വസ്റ്റ്യൻസ് +1ഉം 15 ക്വസ്റ്റ്യൻസ് +2. ഇനി 24 ഷിഫ്റ്റ് 2-ൽ 8 ക്വസ്റ്റ്യൻസ് ആണ്, വെറും 8 ക്വസ്റ്റ്യൻസ് ആണ് +1 നിന്ന് ചോദിച്ചത്, 17 ക്വസ്റ്റ്യൻസും +2ലായിരുന്നു. അതുപോലെ 28-ാം തീയതിയിലെ ടഫസ്റ്റ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അവിടെയും 10 ക്വസ്റ്റ്യൻസ് +1 നിന്നും 15 ക്വസ്റ്റ്യൻസ് +2 നിന്നാണ് ഫോർ മാത്തമാറ്റിക്സ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സബ്ജക്ട് വൈസ് വെയിറ്റേജ് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഡിഫറെൻറ്റ് പേപ്പറുകളിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. പക്ഷേ ഇൻ ജനറൽ നമ്മൾ പറയാറുണ്ട് ഈക്വൽ ആണെന്നുള്ളത്, എക്സെപ്റ്റ് ഇങ്ങനത്തെ കുറച്ച് എക്സെപ്ഷൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും ഈക്വൽ ആയിട്ട് തന്നെയാണ് വരാറുള്ളത്. ഇനി യൂണിറ്റ് വൈസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ വർഷം കുട്ടികൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടൊരു കാര്യമാണ്, നമ്മൾ പ്രയോറിറ്റി ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചു പോയിട്ട് ചിലപ്പോൾ കാര്യമില്ല. നമ്മൾ എഴുതാൻ പോകുന്ന പേപ്പറിൽ ഏത് വെയിറ്റേജ് ആണ് വരിക എന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും കൂടെ ടോട്ടൽ നമ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് ഇയർ ഫിസിക്സിലെ ഒരു വലിയൊരു ഭാഗം തന്നെ അവിടെ 25.2% ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ മെക്കാനിക്സ് 1, അതായത് നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ തുടങ്ങി ഗ്രാവിറ്റേഷൻ വരെ ഉള്ളതിൽ നിന്ന് 25% ക്വസ്റ്റ്യൻസ് വന്നു. മെക്കാനിക്സ് 2 എന്ന് പറയുന്നത് നമ്മുടെ സോളിഡ്സും ഫ്ലൂയിഡ്സും തുടങ്ങി ഓസിലേഷൻസ്, വേവ്സ് അതുപോലെയുള്ള ചാപ്റ്റേഴ്സ് ആണ്. അവിടെ നിന്ന് ഒരു 10% ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മിസലേനിയസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, മേ ബി സെമി കണ്ടക്ടേഴ്സ്, അതുപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് ഡൈമെൻഷൻസ് തുടങ്ങിയ ചാപ്റ്ററിൽ നിന്ന് ഒരു 7.6% ഉണ്ട്. മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന ആറ്റംസ്, ന്യൂക്ലിയർ, ഡ്യുവൽ നേച്ചർ പോലുള്ള ചാപ്റ്ററിൽ 7.6. ആക്ച്വലി മോഡേൺ ഫിസിക്സ് ഒക്കെ ആക്ച്വലി എന്ത് ചെയ്തു, വെയിറ്റേജ് ഇത്തവണ കുറഞ്ഞു എന്ന് വേണം കരുതാൻ. ആൻഡ് ഫൈനലി ഒപ്റ്റിക്സ്, റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സിൽ നിന്നും 13% ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇത് ആക്ച്വലി കൂടിയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒപ്റ്റിക്സിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ നമ്പർ ഈ തവണ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ആൻഡ് ഫൈനലി തെർമോഡൈനാമിക്സിൽ നിന്നും ഒരു 10% ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കെമിസ്ട്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേപ്പറിൽ കുറച്ച് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇനോർഗാനിക്കിൽ 26% വന്നിട്ടുള്ളൂ, അതിന്റെ വെയിറ്റേജ് ഇത്തവണ കുറഞ്ഞിട്ടുണ്ട്. ഓർഗാനിക് സെയിം ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്നും 39.2% ക്വസ്റ്റ്യൻസ് ആണ് ഫോർ ഓൾ 10 പേപ്പേഴ്സ്. ഓക്കെ, എൻ്റയർ പേപ്പർ കമ്പയർ ചെയ്യുന്ന സമയത്താണ്, എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോഴാണ് ഈ ഒരു പെർസെൻറ്റേജ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. മാത്തമാറ്റിക്സിലേക്ക് പോകുകയാണെങ്കിൽ ഓൾജിബ്ര 35, കാൽക്കുലസ് 33%, വെക്ടർ 12% ആൻഡ് കോർഡിനേറ്റ് ജോമെട്രി കഴിഞ്ഞ വർഷങ്ങളെക്കാൾ വെയിറ്റേജ് കൂടിയിരിക്കുകയാണ്. 15.2% ക്വസ്റ്റ്യൻസും കോർഡിനേറ്റ് ജോമെട്രിയിൽ നിന്നാണ്. ട്രിഗണോമെട്രി 4% ഉള്ളൂ. നമുക്കറിയാം ട്രിഗണോമെട്രി ഇൻഡിവിജ്വലി ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ അല്ല, അത് പലപ്പോഴും കാൽക്കുലസിലും അതുപോലെ തന്നെ ഓൾജിബ്രയിലൊക്കെ കണക്റ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിന് ഇൻഡിവിജ്വലി ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവാണ്. ആൻഡ് ബാക്കിയുള്ള ടോപ്പിക്സിൽ നിന്നും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇതാണ് യൂണിറ്റ് വൈസ് ആയിട്ടുള്ള അനാലിസിസ്. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ കാണുന്ന ഒരു സ്ട്രേറ്റ് ഫോർവേഡ് MCQ വിത്ത് 4 ഓപ്ഷൻസ്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആക്ച്വലി ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇത്തവണ നമുക്ക് JEE കാണാൻ സാധിച്ചു. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ്സ് ബേസ് ചെയ്തിട്ടുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യണം. മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 തന്നിട്ട് അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഇനി രണ്ടും ശരിയാണോ രണ്ടും തെറ്റാണോ എന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു. റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു. അതുപോലെ ഇൻകറക്റ്റ് ടൈപ്പ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് എന്ന് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മെട്രിക്സ് മാച്ച് നമുക്ക് ഫിസിക്സിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഹൗ മെനി ഓഫ് ദി ബിലോ ആർ കറക്റ്റ് ഓർ ഇൻകറക്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ന്യൂമറിക്കലിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് ഓർ അതർ MCQസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ഈ വർഷം കൂടിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് ഈ വർഷത്തെ അനാലിസിസിൽ നിന്ന് മനസ്സിലാകുന്നത്. ആൻഡ് എക്സ്പെക്റ്റഡ് മാർക്ക് വേഴ്സസ് പെർസെൻറ്റേജ് എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ ഓൾറെഡി 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 2 വീഡിയോസിൽ ആദ്യത്തെ 22, 23, 24ലെയും പിന്നെ 28, 29 ഡേറ്റിലെയും എക്സ്പെക്റ്റഡ് മാർക്ക് വേഴ്സസ് പെർസെൻറ്റേജ് വീഡിയോ ഓൾറെഡി ചാനലിലുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ ഇതൊന്നും ഗ്യാരണ്ടീഡ് അല്ല, 100% നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. അപ്രോക്സിമേഷൻസ് ആണ്, എസ്റ്റിമേഷൻസ് ആണ്, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അത് കാണാത്ത ആളുകൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി, പോയി കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ഫൈനലി അഡ്വാൻസ്ഡ് എക്സാമിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും കട്ട് ഓഫ് എന്നുള്ളതും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു വീഡിയോയിൽ. കഴിഞ്ഞ 2 വർഷങ്ങളിലെ ഒഫീഷ്യൽ ഡാറ്റയാണിത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമുക്കറിയാം എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ഓഫ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും,
ഈ പറയുന്ന കട്ട് ഓഫ് കൂടും. കാരണം 2.5 ലാക്ക് കുട്ടികൾ മാത്രമാണ് അഡ്വാൻസ് എക്സാം എഴുതുക. അതിൽ തന്നെ ജനറൽ കാറ്റഗറിയിൽ 97,000 ആണ്, EWS ഒരു സർട്ടൻ നമ്പർ ഉണ്ട്. ഓരോ കാറ്റഗറിയിലും ഇത്ര നമ്പർ ഓഫ് കുട്ടികളെയാണ് അഡ്വാൻസ്ഡ് എക്സാമിലേക്ക് ക്വാളിഫൈ ചെയ്യിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ കട്ട് ഓഫും ഉയരും. അപ്പോൾ ഈ വർഷത്തെ കട്ട് ഓഫും നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 94.4% അല്ലെങ്കിൽ 94.5% അടുത്തേക്കൊക്കെ ജനറൽ കാറ്റഗറി കട്ട് ഓഫ് എത്താൻ സാധ്യതയുണ്ട്. EWS ആണെങ്കിൽ ഒരു 84.6 മുകളിലേക്ക് എത്തിയേക്കാം. OBC NCL ആണെങ്കിൽ 82.5 മുകളിലേക്ക് വന്നേക്കാം. SC ആണെന്നുണ്ടെങ്കിൽ 64.4, ST ആണെന്നുണ്ടെങ്കിൽ 51, എബോവ് 51 എത്തിയേക്കാം. കഴിഞ്ഞ വർഷത്തേക്കാൾ എല്ലാം ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ PW ആണെങ്കിൽ 0.002. അപ്പോൾ ഇതാണ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് കട്ട് ഓഫ്. പക്ഷേ നമുക്കറിയാം റിസൾട്ട് വരണം അല്ലേ, അടുത്ത സെഷനും കഴിഞ്ഞ് ഫൈനൽ JEE മെയിൻ റിസൾട്ട് വന്നാലാണ് നമുക്ക് ആക്ച്വൽ JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്നുള്ളത് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് വളരെ ക്വിക്ക് ആയിട്ടുള്ള ഈ വർഷം നടന്ന JEE മെയിൻ 2025 സെഷൻ 1ൻ്റെ അനാലിസിസ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടി തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിത്തിൻ എ ഫ്യൂ ഡേയ്സ് നമ്മുടെ റിസൾട്ട് വരും. അതിനുവേണ്ടി എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണെന്ന് അറിയാം. റിസൾട്ട് വന്ന ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മൾ സെഷൻ 2 പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ അഡ്വാൻസ്ഡ് എക്സാമിനെ നോക്കിക്കാണണം, ഇതെല്ലാം വീഡിയോസ് ആയിട്ടും അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ആയിട്ടൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ആൻഡ് ആസ് യൂഷ്വൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. JEE ആസ്പിറൻസിന് +2 ഓർ റിപ്പീറ്റർ ഓർ റിപ്പീറ്റർ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ സെഷൻ 1 ചെയ്ത പോലെ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് സെഷൻ 2 നമ്മളൊരു ഓൾ കേരള മോക്ക് ടെസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ എഴുതിയത് 1000-ഓളം പേരാണ്. അതിൻ്റെ ഒരു 3 ഇരട്ടി ആളുകളെങ്കിലും ഏപ്രിലിൽ XNY കണ്ടക്ട് ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് എഴുതണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അതിലേക്കും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കുട്ടികളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.